ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പേര് സുകന്യ. വെൽക്കം ടു സൂസീസ് ലോഗി. തട്ടത്തിൻ മറയത്ത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 2012 വിനീത് ശ്രീനിവാസൻ രചിച്ച് സംവിധാനം ചെയ്ത് നിവിൻ പോളി, ഇഷ തൽവാർ അഭിനയിച്ച് പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ജഗത്സ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. വിനോദ് ഐഷ, ഒരു ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി. ഇത് കാണാത്തവര് വളരെ കുറവായിരിക്കില്ലേ. കുറെ ആൾക്കാരെ പ്രേമിക്കാൻ പഠിപ്പിച്ചതും ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി കുറച്ചും കൂടെ ഒന്ന് ഫേമസ് ആക്കിയതും ഈ ഒരു മൂവി വന്നിരിക്കുന്നതാണ്. തട്ടത്തിന് കുറച്ചും കൂടെ ഫാൻ ബേസ് ആക്കിയതും കുറച്ചും കൂടെ ഭംഗി കൂട്ടിയതും ഈ സിനിമ വന്നേ പിന്നെയാണ്. തട്ടോട്ട് കഴിഞ്ഞ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. എനിക്ക് എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, കാണാത്തത് വളരെ കുറച്ചായിരിക്കും. നിങ്ങൾക്കിതിൽ കേൾക്കുമ്പോൾ തന്നെ, നിങ്ങൾക്ക് ഈ മൂവി കാണുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ഡയലോഗ് ഏതാണ്? എന്റെ മനസ്സിൽ വരുന്ന ഏതാണെന്ന് പറഞ്ഞു വെച്ചാ, അമ്മൂമ്മയുടെ സിക്സ് പാക്കും കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്? ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ സിക്സ് പാക്ക് ഉണ്ടായിട്ടാ? രണ്ടാഴ്ച ജിമ്മിൽ പോയാ എനക്കും വരും സിക്സ് പാക്ക് അല്ലേ? നിങ്ങൾക്ക് തന്നെയല്ലേ ഓർമ്മ വരുന്നത്? ഇപ്പത്തെ ജെൻസി കിഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, എന്തായാലും പോയി കാണാം. പണ്ട് മൊബൈൽ ഫോൺ അധികം ഫേമസ് അല്ലാത്ത സമയത്ത്, ടിവിയുടെ റിമോട്ടിന് വേണ്ടിയിട്ട് അടി കൂടുന്ന ആ സമയത്ത് ഏഷ്യാനെറ്റ് മൂവീസ്, സൂര്യ മൂവീസ്, ഇതിലൊക്കെ ഒരുപാട് സിനിമ വരുമെങ്കിലും അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്തായിരുന്നു. എപ്പോൾ വന്നാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന, റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നുന്ന എന്തോ ഒരു കണക്ഷൻ ഈ സിനിമയായിട്ട് എനിക്കുണ്ട്. അതുപോലെ ആയിരിക്കും ഒട്ടുമിക്ക പേരും. അതുപോലെ ഓരോ ഡയലോഗ്സും ഓരോ സീൻസും നമുക്കെപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായി, അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അല്ല, ക്യാമറ ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഓരോ സോങ്സ് ആണെങ്കിലും എല്ലാവർക്കും എപ്പോഴും മനസ്സിൽ നിന്ന് അത് പോവില്ല. കാരണം അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് നമുക്കതൊന്നും മനസ്സിൽ നിന്ന് പോവാത്തത്. പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു.